ഹലോ, RRB ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ റിവിഷൻ സെഷനാണ് ദിശ അക്കാഡമിയുടെ ചാനലിൽ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഫിസിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്, ഒന്നാമത്തെ സെഷനാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഫിസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കുറച്ച് നാളുകളായിട്ട് RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് റിവൈസ് ചെയ്ത് ഇനിയുള്ള സമയം ഫൈനൽ റൗണ്ട് റിവിഷൻ എന്ന തരത്തിലാണ് നമ്മൾ ക്ലാസ്സസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? RRB ഗ്രൂപ്പ് ഡി റിവിഷൻ സെഷൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് കാണുക, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഇൻ ദ ഇക്വേഷൻ x is equal to a plus bt plus ct square if x is in meter and t is in seconds, the unit of b is. ഇതാണ് ചോദ്യം. ഉത്തരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഉത്തരം അറിയുന്നവർ ഉത്തരം കമൻറ്റ് ചെയ്തേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ സി മീറ്റർ സ്ക്വയർ സെക്കൻഡ്, ഓപ്ഷൻ ഡി മീറ്റർ. ഇതിലേതാണ് ശരി? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനൊരു ഇക്വേഷൻ, നമുക്ക് എന്തൊരു ഇക്വേഷൻ തന്നാലും നമുക്ക് ഡയമെൻഷണൽ ഹോമോജിനിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാണ്. എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് അറിയേണ്ട റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിലെ ഓരോ പാർട്ടും, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടും അതുപോലെ തന്നെ എ എന്ന് പറയുന്ന അടുത്തൊരു പാർട്ടാണ്, ബി ടി എന്ന് പറയുന്ന അടുത്തൊരു പാർട്ടാണ്, സി ടി സ്ക്വയർ എന്ന് പറയുന്ന അടുത്തൊരു പാർട്ടാണ്. ഈ ഓരോ പാർട്ടിൻ്റെയും യൂണിറ്റ് സെയിം ആയിരിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അതറിയാമെങ്കിൽ നമുക്ക് ഉത്തരം സെയിം ആയിട്ട് കിടക്കാം. ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. അതായത് എക്സിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും എയുടെ യൂണിറ്റ്, എക്സിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും ബി ടിയുടെ യൂണിറ്റ്, എക്സിൻ്റെ അതേ യൂണിറ്റ് തന്നെയായിരിക്കും സി ടി സ്ക്വയറിൻ്റെ യൂണിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു റൂള് നമുക്കറിയാമെങ്കിൽ, പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി അനുസരിച്ചിട്ട് ഇത്തരത്തിലൊരു കാര്യം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ഉത്തരത്തിലേക്ക് വരുമെന്ന് നോക്കാം. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം. അപ്പോൾ എക്സ് ഈസ് ഇൻ മീറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് എക്സിൻ്റെ യൂണിറ്റ് മീറ്ററിലാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ കാണുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട യൂണിറ്റ് ഓഫ് ബി ആണ്. ബിയുടെ യൂണിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മീറ്റർ തന്നെയായിരിക്കും ബി ടിയുടെ യൂണിറ്റ്, ബി ഇൻറ്റു ടിയുടെ യൂണിറ്റ് മീറ്റർ തന്നെയായിരിക്കും. മനസ്സിലായോ? അതായത് എക്സിൻ്റെ അതേ യൂണിറ്റ് തന്നെയായിരിക്കും ബി ടി എന്ന് പറയുന്ന ഈ ടേമിൻ്റെ യൂണിറ്റ്. സോ ബി ടി എന്ന് പറയുന്ന ഹോൾ ടേമിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എക്സിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, എക്സ് ഈസ് ഇൻ മീറ്റേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട്. അപ്പോൾ അടുത്തൊരു ടേം കൂടെ നമുക്ക് നോക്കാം. എന്താ ഇവിടെ? ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്സ്. അപ്പോൾ ടിയുടെ യൂണിറ്റ് നമുക്ക് തന്നു, ടി സെക്കൻഡ്സിലാണ് എന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഉത്തരം പെട്ടെന്ന് വരാമല്ലോ. ഇത് മീറ്റർ ആണ്, ബിയുടെ യൂണിറ്റ് നമുക്ക് അറിയത്തില്ല, ടിയുടെ യൂണിറ്റ് സെക്കൻഡ്സിലാണ്. സോ ഇതിപ്പോൾ സൈഡിൽ വരുമ്പോൾ എന്ത് വരും? ബിയുടെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് അല്ല. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ഡയമെൻഷണൽ ഹോമോജിനിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദ മെഷർമെൻറ്റ് ഓഫ് ഹൗ ക്ലോസ് റിസൾട്ട്സ് ആർ ടു ഈച്ച് അതർ ആർ കോൾഡ്. അതായത് നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന പാർട്ടിലാണ് വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചില ഡെഫിനിഷൻസ് ആണിത്. അപ്പോൾ ആ ഡെഫിനിഷൻ എന്നുള്ള ചോദ്യമാണ്. ഹൗ ക്ലോസ്, തെറ്റിപ്പോകരുത്, ചിലർക്കെങ്കിലും തെറ്റും. ഹൗ ക്ലോസ് റിസൾട്ട്സ് ആർ ടു ഈച്ച് അതർ ആർ കോൾഡ്. അതായത് നമ്മൾ എടുക്കുന്ന റിസൾട്ടുകളെല്ലാം വളരെ ക്ലോസർ ആണെങ്കിൽ, ക്ലോസ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നതെല്ലാം എങ്കിൽ അതിനെ, ആ ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആക്യുറസി എന്നാണോ, പ്രിസിഷൻ എന്നാണോ, എറർ എന്നാണോ, ബയാസ് എന്നാണോ? ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആക്യുറസി ആണോ, ഓപ്ഷൻ ബി പ്രിസിഷൻ ആണോ, എറർ ആണോ, ബയാസ് ആണോ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രിസിഷൻ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ചിലരെങ്കിലും ആക്യുറസി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ എടുക്കുന്ന റിസൾട്ടുകൾ അത് ട്രൂ വാല്യൂവിനോട് അടുത്തുള്ളതായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, അത് ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല. പകരം എടുക്കുന്ന റിസൾട്ട്സ് എല്ലാം വളരെ ക്ലോസർ ആയിട്ടുള്ള വാല്യൂസ് ആണ്. സപ്പോസ് നമ്മളൊരു മെഷർ ചെയ്തത് ഒരു ലെങ്ത്, ഇത്രയും ഒരു ലെങ്ത് ഞാൻ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ, ആദ്യം കിട്ടിയ വാല്യൂ 5.01, പിന്നെ എടുത്തപ്പോൾ കിട്ടിയത് 5.02, വീണ്ടും എടുത്തപ്പോൾ കിട്ടിയത് 5.01 തന്നെ, വീണ്ടും എടുത്തപ്പം വീണ്ടും 5.01 തന്നെ കിട്ടി, അല്ലെങ്കിൽ 1.2 എന്ന് പറയുന്ന വളരെ ചെറിയ ഡിഫറൻസിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണെങ്കിൽ അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. പ്രിസൈസ് ആണ്, എടുക്കുന്ന മെഷർമെൻറ്റ്സ് എല്ലാം
വളരെ ക്ലോസ് ആണ്, വളരെ ക്ലോസ് റിസൾട്ട്സ് ആണെങ്കിൽ പ്രിസിഷൻ എന്ന് പറയാം, പ്രിസൈസ് ആണെന്ന് പറയാം. ഇനിയും സപ്പോസ് ഇത് ആക്ച്വലി ഈ ഒരു ലെങ്ത് എന്ന് പറയുന്ന 5 അല്ലായിരുന്നു, പകരം എത്ര ആയിരുന്നു? 4.5 ആയിരുന്നു, 4.5 ആയിരുന്നു. പക്ഷെ നമ്മൾ മെഷർ ചെയ്തപ്പം 5 പോയിന്റിൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു മെഷർമെന്റ് എന്താണ്? പ്രിസിഷൻ ഉണ്ട്, പക്ഷേ ദിസ് ഇസ് നോട്ട് ആക്യുറേറ്റ് അല്ല, അല്ലെങ്കിൽ ആക്യുറസി കുറവാണ്. കാരണം ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4.5 ആയിരുന്നു. ഈ 4.5ൽ നിന്ന് വളരെ വ്യത്യാസമുണ്ടല്ലേ ഈ ഒരു മെഷർമെന്റിന്. അപ്പോൾ ട്രൂ വാല്യൂവിനോട് എത്രമാത്രം ക്ലോസ് ആയിരിക്കുന്നു? ട്രൂ വാല്യൂവിനോട് ക്ലോസ് ആയിരിക്കുന്ന മെഷർമെന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? അത് ആക്യുറസി ഉള്ള മെഷർമെന്റ്സ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? അപ്പോൾ 2 ടേംസ്. അപ്പോൾ ആക്യുറസി എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിനോട് അടുക്കുന്ന മെഷർമെന്റ്സിനെ നമ്മൾ ആക്യുറസി ഉള്ള മെഷർമെന്റ്സ് എന്ന് വിളിക്കുന്നു. പ്രിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന മെഷർമെന്റ്സ് എല്ലാം ക്ലോസർ അല്ലെങ്കിൽ ചേർന്നിരിക്കുന്ന അടുത്തുള്ള വാല്യൂസ് ആണെങ്കിൽ നമ്മൾ അത് ആക്യുറസി ഉള്ള മെഷർമെന്റ് ആണ് എന്ന് പറയും. ഇനി എറർ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് എല്ലാം അറിയാം. ട്രൂ വാല്യൂവിൻ്റെയും യഥാർത്ഥത്തിലുള്ള ട്രൂ വാല്യൂവിൻ്റെയും നമ്മുടെ മെഷേർഡ് വാല്യൂവിൻ്റെയും ഡിഫറൻസ് ആണ്. നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിൻ്റെയും ട്രൂ വാല്യൂവിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എറർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ കൺസെപ്റ്റുകളാണ്. അറിയാവുന്നവർക്ക് മാർക്ക് സിമ്പിളായിട്ട് മേടിക്കാം, ഇല്ലാത്തവർക്ക് തെറ്റും. അടുത്ത ചോദ്യം, ഇഫ് ദ മെഷർമെൻറ്റ് എറർ ഇൻ ലെങ്ത് ഈസ് 2%. ഒരു മെഷർമെൻറ്റ് നമ്മൾ നടത്തിയപ്പോൾ അതിനകത്ത് ലെങ്ത്തിൻ്റെ എറർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 2% ആണ്. ബ്രെഡ്ത്തിൻ്റെ മെഷർമെൻറ്റിൻ്റെ എറർ പെർസെൻറ്റേജ് 3%. അങ്ങനെയാണെങ്കിൽ എറർ ഇൻ ഏരിയ എത്രയാണ് അപ്രോക്സിമേറ്റ്ലി എന്നാണ് ചോദ്യം. ഉത്തരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉത്തരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. 3ാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം അറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലെങ്ത്തിൻ്റെത് 2% ആണ്, അതുപോലെ തന്നെ ബ്രെഡ്ത്തിൻ്റെത് 3% ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ എറർ പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ സാധ്യതയുള്ള എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ 2% ആണ്, ബ്രെഡ്ത്തിൻ്റെ 3% ആണ്. 2 × 3 ഈസ് ഈക്വൽ ടു 6 അല്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തരം 6% അല്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വെറുതെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ല, എറർ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതും എറർ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. എറർ ഏരിയ ഈസ് അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കി തരാം. ഇത് സിമ്പിളാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും, ഒറ്റ സെക്കൻഡിൽ തന്നെ, അല്ലെങ്കിൽ 2 സെക്കൻഡിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ക്ലിക്ക് ചെയ്ത് അടുത്തേക്ക് പോകാം. പക്ഷേ ഇത് എങ്ങനെ വന്നു എന്നും കൂടി ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എറർ പെർസെൻറ്റേജ് ഇൻ ലെങ്ത്തിലുള്ള എറർ പെർസെൻറ്റേജ്, ഇപ്പോൾ DL അല്ലെങ്കിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എററിൽ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന എറർ ആണെന്ന് കരുതുക. എൽ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ ആണെന്ന് കരുതുക. ഇൻറ്റു 100 ഇതാണ് നമുക്ക് ലെങ്ത്തിൻ്റെ എറർ പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. അതിനെയാണ് എന്ത് വിളിച്ചത്? 2% എന്നിവിടെ വിളിച്ചത്. ഇനി ബ്രെഡ്ത്തിലുള്ള എറർ പെർസെൻറ്റേജിനെ നമുക്ക് ഡെൽറ്റ B/B ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 3%. ഇത് ഡെറിവേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചിലർക്കെങ്കിലും എങ്ങനെ വന്നു എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി, ഡെറിവേഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും എറർ പെർസെൻറ്റേജ്, ഇങ്ങനെ പറയാൻ പറ്റും ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും എറർ പെർസെൻറ്റേജ്. ഇനി നമ്മുടെ ചോദ്യം എന്താ? ഏരിയയിലുള്ള എറർ പെർസെൻറ്റേജ്, അതായത് ഡെൽറ്റ A/A ഇൻറ്റു 100 എത്രയാണ് എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചോദ്യം. ക്ലിയർ ആണോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വഴി നമുക്ക് ഇത്രയേ ഉള്ളൂ. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇനിയും സിംപ്ലി നമുക്ക് ഈ ഒരു ടേമിലേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോഗ് എടുക്കേണ്ടി വരും. നാച്ചുറൽ ലോഗ് എടുക്കുക. ഇപ്പോൾ ln ലോഗ് ആണ്. log A ഈസ് ഈക്വൽ ടു log L ഇൻറ്റു B എന്ന് നമുക്ക് എഴുതാം. ഇനിയും ലോഗ് എടുത്തിട്ട് നമ്മൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ചെയ്ത് log Aയുടെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോഴത്തേന് 1/A എന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ലോഗ് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമ്മുടെ ഈ ഒരു ടൈപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പം ഡിഫറൻഷിയേറ്റിംഗ് ദ ഇക്വേഷൻ, ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? DA/A ലോഗിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോഴത്തേന് 1/A എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇവിടെ log A ഇൻറ്റു B എന്ന് വെച്ചാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? log A ഇൻറ്റു B എന്ന് പറയുന്നത് log A പ്ലസ് log B എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? log A പ്ലസ് log B, അതായത് log L പ്ലസ് log B എന്ന് നമുക്ക് എഴുതാൻ പറ്റും. log A ഇൻറ്റു B എന്ന് വെച്ചാൽ log A പ്ലസ് log B എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? DL/L പ്ലസ് DB/B ഇങ്ങനെ ഒരു തരത്തിലാണ് വരുന്നത് അല്ലേ? ഇനി ഹോൾ ഇക്വേഷനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എങ്കിൽ എന്താ വരുന്നത്?
DL/del ഇൻറ്റു 100, ഇവിടെയും ഇൻറ്റു 100 വരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ 2% ആണ്. അതായത് എറർ പെർസെൻറ്റേജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2% ആണ്. പ്ലസ് ഇതെന്ന് പറയുന്ന ബ്രെഡ്ത്തിലുള്ള എറർ പെർസെൻറ്റേജ് പ്ലസ് 3%. അപ്പം ഇവിടെ ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത്തരത്തിലുള്ള ടേമാണ്. സോ 2% പ്ലസ് 3% ഈസ് ഈക്വൽ ടു 5%. ഇത് പലർക്കും ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേംസ് വരുന്ന ഏത് ഇക്വേഷൻ വന്നാലും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ എറർ പെർസെൻറ്റേജുകൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എറർ പെർസെൻറ്റേജ്, ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇത്തരത്തിൽ ഉത്തരം വരും. ഇത് സിമ്പിളാണ്, എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് ഇത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയും സമയമൊന്നും നമ്മുടെ എക്സാം പോയിന്റിൽ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. RRB ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ്, ഓൺലൈൻ ലൈവ് ക്രാഷ് കോഴ്സ് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിശ ലേണിംഗ് ആപ്പിൽ നേരത്തെ RRB ഗ്രൂപ്പ് ഡിയുടെ റെഗുലർ കോഴ്സ് ആയിരുന്നുള്ളത്, അതായത് ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യുന്ന റെഗുലർ കോഴ്സ് ആയിരുന്നുള്ളത്. ഇപ്പോൾ ലൈവ് കോഴ്സാണ് വരുന്നത്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ക്ലാസ്സസ് അതിനകത്ത് വരുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചിലപ്പോൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇപ്പം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 50ഓളം ചോദ്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്താണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പറയുന്നത്. അങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്ന ബാച്ചാണ്. താല്പര്യമുള്ളവർ നിങ്ങളൊന്ന് പഠിച്ച് ആ ഒരു ഫൈനൽ റൗണ്ട് റിവിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 7012615062 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ദിശ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ വരുന്ന ഡെമോ ക്ലാസ്സൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു ഫൈനൽ റൗണ്ട് റിവിഷനാണ്. പ്രത്യേകം പറയുന്നു, ആദ്യം മുതൽ ബേസിക്സ് പഠിക്കാമെന്ന് ചിന്തിക്കുന്നവർക്കല്ല, ഫൈനൽ റൗണ്ട് റിവിഷനാണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ലൈവ് ക്ലാസ്സസ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്തോളാം. കോഴ്സ് ഫീസ് 1500 രൂപയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ SI ബേസ് യൂണിറ്റ്? SI സിസ്റ്റം ഇൻ്റർനാഷണലിൽ ബേസ് യൂണിറ്റ് അല്ലാത്തത് എല്ലാവർക്കും അറിയുന്നതാണ്. ഉത്തരം കമൻറ്റ് ചെയ്തേ, ഉത്തരം കമൻറ്റ് ചെയ്തേ. SIയിൽ ബേസ് യൂണിറ്റ് അല്ലാത്തത്. അപ്പോൾ SI സിസ്റ്റത്തിൽ ബേസ് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയും. SI സിസ്റ്റത്തിലെ ബേസ് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയും. എത്ര ബേസ് യൂണിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ദർ ആർ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ്. ഏതൊക്കെയാണ്? ഒന്ന് മാസിൻ്റെ യൂണിറ്റ് ആണ്. അതേതാ? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. 2 ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. 3 ടൈമിൻ്റെ യൂണിറ്റ്, അതെത്രയാണ്? സെക്കൻഡ് ആണ്. 4 ഏതാണ്? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ഏതാ? ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയർ ആണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ്. 5 ലൂമിനസ് ഇൻറ്റൻസിറ്റി. നമ്മൾ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രകാശം എമിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ SI യൂണിറ്റ് കാൻഡലയാണ്. 6 ടെമ്പറേച്ചർ ആണ്. SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. 7 സെവൻത്ത് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മോൾ ആണ്. ഈ 7 എണ്ണമാണ് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? ബേസ് യൂണിറ്റ് അല്ലാത്തത് ഏത്? നോട്ട് എ ബേസ് യൂണിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ആംപിയർ ഇക്കൂട്ടത്തിലുണ്ട്. കെൽവിൻ 6ാമത്തത് പറഞ്ഞിട്ടുണ്ട്. ലൂമൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ലൂമൻ നമ്മൾ പറഞ്ഞിട്ടില്ല. മോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ്? നോട്ട് എ ബേസ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ലൂമൻ ആണ്. ക്ലിയർ ആണോ? ലൂമൻ ആണ് ഇതിൻ്റെ ഉത്തരം. കാരണം ലൂമൻ ബേസ് യൂണിറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ലൂമൻ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഉത്തരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ലൂമൻ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ലൂമൻ ഇസ് ദ യൂണിറ്റ് ഓഫ്. ലൂമൻ എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല എന്ന് പറഞ്ഞത്. ലൂമൻ എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് അറിയാമോ? ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ ഞാൻ പറയാം. ലൂമൻ ഇസ് ദ SI യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സോഴ്സ്, ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും, ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നൊരു സോഴ്സാണ്. ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലും, സ്പേസിൽ എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ്
പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ടോട്ടൽ എല്ലാ ഏരിയയിലേക്കും ലൈറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ലൂമൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ ടോട്ടൽ വിസിബിൾ ലൈറ്റ് എമിറ്റഡ് ബൈ ദ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ വിസിബിൾ ലൈറ്റ് മെഷർ ചെയ്യുന്നത് ലൂമിനസ് ഫ്ലക്സ് വഴിയാണ്. അല്ലെങ്കിൽ ലൂമിനസ് ഫ്ലക്സിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ടോട്ടൽ വിസിബിൾ ലൈറ്റ് എമിറ്റഡ് ബൈ എ ലൈറ്റ് സോഴ്സ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലൂമൻ എന്ന് പറയുന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ലൂമിനസ് ഫ്ലക്സിനെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്ന ടേം തന്നെ ടോട്ടലിനെ വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ഇനി അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ യൂണിറ്റ് സ്പേസ് കൺസിഡർ ചെയ്താൽ നമ്മളതിനെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്നൊക്കെ ടേം യൂസ് ചെയ്യുന്നത് യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഞാൻ വീണ്ടും ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഇതൊന്നുകൂടെ വരയ്ക്കാം. ഇപ്പുറത്തേക്ക് മാറ്റി വരച്ചു. ഇതൊരു ലൈറ്റ് സോഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന യൂണിറ്റ് സോളിഡ് ആംഗിളിൽ സ്പേസിൽ ഒരു സോളിഡ് ആംഗിൾ, ഒരു കോൺ പോലെ സ്പേസിൽ ഒരു സോളിഡ് ആംഗിളിലേക്ക് മാത്രം എമിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ, ഇത്രയൊരു ഏരിയയിലേക്ക് മാത്രം എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ടേമാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ക്ലിയർ ആണോ? ലൂമിനസ് ഇൻറ്റൻസിറ്റി ഈസ് ദ ലൂമിനസ് ഫ്ലക്സ് എമിറ്റഡ് ബൈ എ സോഴ്സ് പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അതായത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. അതിൻ്റെ തന്നെ ഒരു യൂണിറ്റ് സോളിഡ് ആംഗിൾ ഏരിയയിലേക്ക് മാത്രം എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ടേമാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ക്ലിയർ ആണോ? ഇനി ആ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ക്യാൻഡിലയാണെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ വൺ ക്യാൻഡില ഈസ് ഈക്വൽ ടു 1 ലൂമൻ പെർ സ്റ്റെറീഡിയൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? 1 ലൂമൻ പെർ സ്റ്റെറീഡിയൻ. കാരണം സ്റ്റെറീഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റാണ്. അതായത് 1 ലൂമൻ പെർ സ്റ്റെറീഡിയനെയാണ് 1 ക്യാൻഡല എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഗ്രൂപ്പ് ഡി പരീക്ഷയാണ്, സയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ടെക്നിക്കൽ എക്സാംസിന് എപ്പോഴും സയൻസിൽ നിന്നും നല്ല ചോദ്യങ്ങൾ വരും. സോ നന്നായിട്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അത് ഇല്ലൂമിനൻസ് എന്ന് പറയും. അപ്പോൾ ഇതും സിമിലർ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേം തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ടേമും ലൂമിനസ് ഫ്ലക്സും ലൂമിനസ് ഇൻറ്റൻസിറ്റിയും ഇത് രണ്ടും നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിഫൈൻ ചെയ്തത്. പക്ഷേ ഇല്ലൂമിനൻസ് എന്ന് വെച്ചാൽ ഒരു പ്രതലത്തിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്നു. സോഴ്സിൽ നിന്ന് ഒരു ലൈറ്റ് വന്ന് പ്രതലത്തിലേക്ക് പതിക്കുന്നു. ആ പ്രതലത്തെ എങ്ങനെ അത് ഇല്ലൂമിനേറ്റ് ചെയ്യുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ഇല്ലൂമിനൻസ് അല്ലെങ്കിൽ ഇല്ലൂമിനേഷൻ. ഇല്ലൂമിനേഷൻ്റെ യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇല്ലൂമിനൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ലക്സ് ആണ് കേട്ടോ. ലക്സ് ആണ് ഇല്ലൂമിനൻസിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഇല്ലൂമിനേഷൻ്റെ യൂണിറ്റ് ലക്സ് ആണ്. ലക്സ് ഇതും തിരിഞ്ഞു പോരുത്. ഈ 3 കാര്യങ്ങൾ തിരിഞ്ഞു പോരുത്. ചെറിയ ഡിഫറൻസ് ഉള്ള ചെറിയ കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, ഇഫ് ആൻ ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റന്റ്ലി ഗീവ്സ് റീഡിങ്സ് ഹയർ ബൈ 0.5 യൂണിറ്റ്സ്, ദ എറർ ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഉത്തരം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ പെട്ടെന്ന്. എന്താണ് ഉത്തരം? ഒരു ഇൻസ്ട്രുമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് 0.5 യൂണിറ്റ് ഹയർ റീഡിങ്സ് തന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എററിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഈ എററിൻ്റെ നെയിമാണ് ചോദിച്ചേക്കുന്നത്. റാൻഡം എറർ എന്ന് വിളിക്കുമോ, സിസ്റ്റമാറ്റിക് എറർ എന്ന് വിളിക്കുമോ, ഗ്രോസ് എറർ എന്ന് വിളിക്കുമോ, സീറോ എറർ എന്ന് വിളിക്കുമോ? ഇങ്ങനെ 4 ഓപ്ഷൻസ്. ഉത്തരം പറഞ്ഞേ. സിസ്റ്റമാറ്റിക് എറർ ആണോ, റാൻഡം എറർ ആണോ, ഗ്രോസ് എറർ ആണോ, സീറോ എറർ ആണോ? ഏതാണ് ശരി ഉത്തരം? സിസ്റ്റമാറ്റിക് എറർ ആണ് കേട്ടോ. സിസ്റ്റമാറ്റിക് എറർ. ഒരു ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 0.5 യൂണിറ്റ് കൂടുതൽ നോർമൽ റീഡിങ്, ആക്ച്വൽ റീഡിങ്ങിൽ നിന്ന് ഒരു 0.5 യൂണിറ്റ് കൂടുതലാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റമാറ്റിക് എറർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സിസ്റ്റമാറ്റിക് എറർ. ഇനി എന്താണ് റാൻഡം എറർ? റാൻഡം എറർ എന്ന് വെച്ചാൽ അൺപ്രെഡിക്റ്റബിൾ എറേഴ്സാണ്. റാൻഡമായിട്ട് വരും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്തിൻ്റെയെങ്കിലും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കത്തില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും ആയിരിക്കത്തില്ല. പകരം അൺപ്രെഡിക്റ്റബിൾ ആയിട്ട് വരുന്ന ഫ്ലക്ച്വേഷൻസിനെ, മെഷർമെൻറ്റിലുള്ള അൺപ്രെഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻ, ആ ടേമുകൾ യൂസ് ചെയ്ത് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. അൺപ്രെഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? റാൻഡം എറർ എന്ന് വിളിക്കുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഗ്രോസ് എറേഴ്സ്, അല്ലെങ്കിൽ അതിനെ തന്നെയാണ് നമ്മൾ ബ്ലണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്.
ബ്ലണ്ടറുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് എറേഴ്സ്. എന്താണ് ഈ ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത്? ഗ്രോസ് എറേഴ്സ് അല്ലെങ്കിൽ ബ്ലണ്ടേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ മിസ്റ്റേക്സ് കാരണമുണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോസ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന് കാരണം പലതും ആവാം. ഒന്നുകിൽ ഒരു സ്കെയിൽ നോക്കി വായിക്കുന്നത് കറക്റ്റായിട്ട് റീഡ് ചെയ്യാത്തത് കാരണമാകാം, അല്ലേ മിസ് റീഡിങ് എ സ്കെയിൽ, അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ വരുന്ന മിസ്റ്റേക്ക്, ഇൻകറക്റ്റ് കാൽക്കുലേഷൻ ആവാം. ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ടാവാം ഹ്യൂമൻ മിസ്റ്റേക്സ് ഉണ്ടാകുന്നത്. അപ്പം ഹ്യൂമൻ ഇൻ്റർഫറൻസ് കാരണമുണ്ടാകുന്ന മിസ്റ്റേക്സ് കാരണമുണ്ടാകുന്ന എറേഴ്സിനെ വിളിക്കുന്ന പേര് ഗ്രോസ് എറേഴ്സ് ആണ്. ഇറ്റ് മേ ബി ഡ്യൂ ടു മിസ് റീഡിങ് എ സ്കെയിൽ. ഒരു സ്കെയിൽ നോക്കിയിട്ട് 0.5 പകരം 0.6 എന്ന് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മിസ് റീഡ് ചെയ്തു അവിടെ. അപ്പം അതാവാം. അല്ലെങ്കിൽ എന്താവാം? കാൽക്കുലേഷൻസിൽ ഉണ്ടാവുന്ന കറക്ഷൻസ് ആവാം. ഇൻകറക്റ്റ് കാൽക്കുലേഷൻസ് ഇതൊക്കെ ആവാം റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രോസ് എറേഴ്സ് എന്താന്ന് പറഞ്ഞു, റാൻഡം എറേഴ്സ് എന്താന്ന് പറഞ്ഞു, സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം മറ്റ് ആൻസർ നമ്മൾ പറഞ്ഞു, സിസ്റ്റമാറ്റിക് എറർ ആണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, റിലേറ്റീവ് എറർ ഇസ് ഡിഫൈൻഡ് ആസ്. റിലേറ്റീവ് എറർ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ട്രൂ വാല്യൂ. അടുത്തത്, റേഷ്യോ ഓഫ് മീൻ മെഷേർഡ് വാല്യൂ ടു അബ്സല്യൂട്ട് എറർ. ഓപ്ഷൻ സി, മീൻ ഓഫ് ഓൾ അബ്സല്യൂട്ട് എറേഴ്സ്. ഓപ്ഷൻ ഡി, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ഏതാണ് ശരി? ഇപ്പോൾ റിലേറ്റീവ് എറർ അറിയാത്തവർ എഴുതി വെച്ചോളുക. റിലേറ്റീവ് എററിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. ഇതാണ് നമ്മുടെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്താ? അബ്സല്യൂട്ട് എറർ എന്താണെന്ന് കൂടെ അറിയണ്ടേ? അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂവും മെഷർ ചെയ്ത വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഈ അബ്സല്യൂട്ട് എററിൻ്റെയും ട്രൂ വാല്യൂവിൻ്റെയും റേഷ്യോയെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. അപ്പോൾ ഓപ്ഷൻ ഏതാ ഉള്ളത്? റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ട്രൂ വാല്യൂ. അതല്ലേ ശരി? ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ ബി എന്താ? റേഷ്യോ ഓഫ് മീൻ മെഷേർഡ് വാല്യൂ ടു അബ്സല്യൂട്ട് എറർ. അതല്ല. മീൻ ഓഫ് ഓൾ അബ്സല്യൂട്ട് എറേഴ്സ്. അതല്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ആൻഡ് മെഷേർഡ് വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് എറർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നു. നമ്മൾ വിളിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പോൾ ഓപ്ഷൻസ് പറഞ്ഞു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 1 ലൈറ്റ് ഇയർ ഇസ് എ മെഷർ ഓഫ്. ലൈറ്റ് ഇയർ എന്തിൻ്റെ മെഷർ ആണെന്നാണ് ചോദ്യം. ലൈറ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടൈം ആണെന്ന് തോന്നും. അല്ല. ലൈറ്റ് ഇയർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ദൂരത്തിൻ്റെ ആണ്. ലൈറ്റ് ഇയറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 9.47 × 10⁻15 മീറ്റേഴ്സ്. 9.47 × 10⁻15 മീറ്റേഴ്സ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് വളരെ വലിയ ഡിസ്റ്റൻസുകൾ, അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസുകളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വളരെ വലിയ ഡിസ്റ്റൻസുകൾ, അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസുകളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇതുപോലെ സിമിലർ ആയിട്ട് മറ്റൊരു യൂണിറ്റ് കൂടെ പറയാം. അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1AU. അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU എന്ന് പറയും. AUവിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് അപ്രോക്സിമേറ്റ് 1.5, 1.47, 1.5 എന്നൊക്കെ പറയാം. 1.5 × 10⁻11 മീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു യൂണിറ്റ് കൂടെ ഓർത്തോളുക. ഇനി പാർസെക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. 1 പാർസെക് ഈസ് ഈക്വൽ ടു 3.27 ലൈറ്റ് ഇയേഴ്സ്. ഈ 3 യൂണിറ്റ്സും ഒരുമിച്ച് തന്നെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. വാല്യൂ ഉൾപ്പെടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഉൾപ്പെടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം എററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ മോഡലിൽ തന്നെ ചെയ്തായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ് എറർ ഇൻ മെഷർമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ. റേഡിയസ് Δr is equal to 1%. അതായത് Δr/r × 100 ആണ് 1%. Then the error in volume is approximately.
അപ്പോൾ വോളിയത്തിലുള്ള എറർ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ബി ബൈ വി ഇൻറ്റു 100 എന്താണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. അതുകൊണ്ട് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞേ. 1% റേഡിയസിലുള്ള എറർ. ഇനിയും വോളിയത്തിലുള്ള എറർ എന്താണ്? വി ഈസ് ഈക്വൽ ടു 4/3 πr³ എല്ലാവർക്കും അറിയാം സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ. അപ്പം ഇതറിയാവുന്നവർ എന്ത് കണ്ടുപിടിക്കും? ഉത്തരം കണ്ടുപിടിക്കും. എന്താണ് ഉത്തരം? ഉത്തരം എത്രയാണ്? അറിയുന്നവർ കമൻറ്റ് ചെയ്തേ. 1% ആണോ, 2% ആണോ, 3% ആണോ, 4% ആണോ? അറിയുന്നവർ ഡയറക്റ്റ്ലി 6ന് 1 ഇട്ട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ തെറ്റാണ്. അങ്ങനെ അല്ല ഉത്തരം വരും. നമ്മൾ നേരത്തെ സിമിലർലി ഉള്ളൊരു കേസ് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ്? ലോഗ് എടുക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം. പെട്ടെന്ന് ഡെറൈവ് ചെയ്യുന്ന എങ്ങനെ നോക്കാം? ലോഗ് വി ഈസ് ഈക്വൽ ടു ലോഗ് 4/3 πr³ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പം ലോഗ് 4/3 π എ എന്ന് വിളിക്കാം, r³ ബി എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് 4/3 π ലോഗ് പ്ലസ് ലോഗ് r³ അല്ലേ? ലോഗ് എ ഇൻറ്റു ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് നമ്മൾ എഴുതി. ഇതിനകത്ത് തന്നെ ലോഗ് r³ എന്ന് പറയുന്ന ലോഗ് എ റേസ് ടു എം എന്ന ആ ഒരു ടേമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്താ എഴുതും? 3 ലോഗ് r എന്ന് എഴുതാൻ പറ്റും. അതായത് ലോഗ് എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എം ലോഗ് എ. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഇത് അറിയാത്തവർക്ക് ഇതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ ഒരുപാട് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഹോൾ ഇക്വേഷനെ. ഈ ഒരു പാർട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേന് അതൊരു കോൺസ്റ്റൻറ്റ് പാർട്ടാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ഈ ഒരു പാർട്ട് ഇല്ലാതായി മാറും. ഈ ഒരു പാർട്ട് ഇല്ല, പകരം അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. 4/3 π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? പൈ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? സോ നമുക്ക് ഈ പാർട്ട് എന്തായിട്ട് മാറും? dv/v ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു dr/r എന്ന് മാറും ഈ ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ വാല്യൂ ആണ് 1% എന്ന് പറയുന്നത്. അപ്പോൾ dv/ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1% ഈസ് ഈക്വൽ ടു 3%. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇത്രയും ഡെറിവേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ എൽ ഇൻറ്റു ബി ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വന്നപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ പകരം ജസ്റ്റ് ആഡ് ചെയ്താൽ മതി എന്നൊരു കൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പെർസെൻറ്റേജുകൾ നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ ഒരു 6 മാത്രമേ ഉള്ളൂ, അതിന് ക്യൂബ് 3 പവർ ഉണ്ട്. സോ പവർ വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1% ആയതുകൊണ്ട് 3 ഇൻറ്റു 1 3%. ഇനി ഇനിഷ്യലി ഇത് 2% ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഇക്വേഷനകത്ത് r³ വന്നുകൊണ്ട് 3 ഇൻറ്റു 2 ചെയ്യും, 6% വന്നേനെ. ഇവിടുത്തെ ഉത്തരം 3% ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയമുള്ള ചോദ്യങ്ങൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ചോദ്യത്തിൻ്റെയും കൂടെ ഉത്തരം പറഞ്ഞേ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് വരും. സ്പീഡ് മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ? മീറ്റർ/സെക്കൻഡ് ആണ് യൂണിറ്റ്. മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. എൽ എന്ന് ഞാൻ എഴുതി, ലെങ്ത്ത് ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ? ടൈമിൻ്റെ യൂണിറ്റ് ആണ്. L/T ഇത്രയേ ഉള്ളൂ. ടി എ മോളിൽ കൊണ്ടുവരുമ്പം t⁻⁻1. L ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും അടുത്ത ദിവസം മെഷർ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, മെക്കാനിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ, ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ടോപ്പിക്ക് കവർ ചെയ്യാൻ താല്പര്യമുള്ളവർ RRB ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തോളുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ക്ലാസ് അല്ല, പകരം റിവൈസ് ചെയ്ത് പോകുന്ന ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടുതൽ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. അപ്പം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്